നികുതി ലാഭിക്കാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നത് ലാഭകരമാണെന്നാണ് എല്ലാവരും പറയാറ്. പറയുന്നത് പോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴി നികുതി ലാഭിക്കാൻ സാധിക്കുമോ എന്ന് വ്യക്തമാക്കാം. നിങ്ങളുടെ കമ്പനിക്ക് ഒരു വർഷം 50 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്ന് കരുതുക. ഇതില് 30 ലക്ഷം രൂപ കമ്പനി ഡയറക്ടറായ നിങ്ങൾക്ക് ശമ്പളമായിട്ട് നൽകിയാൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻകം ആയിട്ട് മാറും. പുതിയ ടാക്സ് റെജീം പ്രകാരം 24 ലക്ഷത്തിന് മുകളിലുള്ള ഈ വരുമാനത്തിന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്ലാബ് റേറ്റ് അനുസരിച്ചായിരിക്കും നികുതി കൊടുക്കേണ്ടി വരിക. ബാക്കിയുള്ള 20 ലക്ഷം രൂപ കമ്പനിയുടെ ലാഭമായി കണക്കാക്കി അതിന് ഏകദേശം 22 മുതൽ 25% വരെ കോർപ്പറേറ്റ് ടാക്സ് നൽകണം. അതായത് ഏകദേശം 5 ലക്ഷം രൂപ കമ്പനി നികുതിയായിട്ട് മാത്രം അടയ്ക്കേണ്ടി വരുന്നു. നികുതി കിഴിച്ച് ബാക്കിയുള്ള 15 ലക്ഷം രൂപ കമ്പനിയുടെ ബിസിനസ്സിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കുകയാണെങ്കിൽ, അതായത് ലൈക്ക് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, നിങ്ങൾ അധിക നികുതി അവിടെ നൽകേണ്ടി വരില്ല. എന്നാൽ ഈ തുക ഡിവിഡൻഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് തീരുമാനമെങ്കിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിവിഡൻഡ് ആയി കൈപ്പറ്റുന്ന തുകയ്ക്ക് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് വീണ്ടും നിങ്ങൾ നികുതി നൽകേണ്ടി വരും. ചുരുക്കത്തില് ലാഭം കമ്പനിയിൽ തന്നെ നിലനിർത്തി ബിസിനസ് വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുക. അല്ലാതെ എല്ലാ ലാഭവും വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കുകയാണെങ്കിൽ ടാക്സ് ആനുകൂല്യം ഒരിക്കലും ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇരട്ടി നികുതി നൽകേണ്ടതായിട്ടും വരും. ബിസിനസ് ടാക്സിനെ കുറിച്ചുള്ള ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കൂ.